പ്രേമലു വണ്ടി ഓടിക്കുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോ ശ്യാമ വരികയാണ്. അപ്പോഴാണ് ഞാനും നെസ്ലിനും അത്ര നേരം ഇങ്ങനെ ഇരുന്നിട്ട് ശ്യാമ മാത്യു ഇന്ന് എത്തി നിൽക്കുന്ന ഇവിടെ നല്ല പാൻ ഇന്ത്യൻ സ്റ്റാറാ. വല്ലാതെ ഓർക്കുന്നു അല്ലേ? എനിക്ക് ഓരോരോ ഗ്യാപ്പിൽ ഓരോന്ന് കിട്ടാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതിൽ തന്നെ ഏറ്റവും കൈവിട്ട് പോയ ഒരു സാധനം ഈ പറഞ്ഞ ഗോട്ടായിരുന്നു. ഒരു അടിപൊളി ടീമാണെന്ന് എനിക്കൊപ്പം ഉള്ളത്. ബ്രൊമാൻസിന്റെ വിശേഷങ്ങളുമായി മാത്യു തോമസ്, ശ്യാം ആൻഡ് സംഗീത്. ഇതിലേ എനിക്ക് സംഗീതിനെ വെൽക്കം ചെയ്യാൻ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ സംഭവം എന്ന് അറിയോ? ഇതൊരു ഫ്ലാഷ് ബാക്ക് ആണ്. പ്രേമലുവിൻ്റെ പ്രൊമോഷൻ സമയത്ത് ഇതുപോലെ നമ്മളിങ്ങനെ 2 ചെയറൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയായിരുന്നു. മമിത വന്നിരുന്നു. സംഗീതമൊക്കെ വലിയ സന്തോഷത്തിലേക്ക് കയറി വന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് 2 പേരെ എടുക്കാനുള്ള സംഭവങ്ങളെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എനിക്കും അതെ സങ്കടത്തോടെ അന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അവിടെ നിന്നവരും അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഏറ്റവും സ്പെഷ്യലായിട്ട് വെൽക്കം ചെയ്യുന്നത് സംഗീതിനെയാണ്. ഓക്കെ, അപ്പോൾ ബ്രൊമാൻസ്, നിങ്ങൾക്കിടയിലുള്ള ബ്രൊമാൻസ് എങ്ങനെയാണ് ഇതിൽ വർക്ക്ഔട്ട് ചെയ്തതെന്ന് പറയും. ഇവര് ഭയങ്കര, ഞാനും ഉണ്ട്, എന്നാലും ഇവര് ഭയങ്കര ഒരു റൊമാൻസ് റിയൽ ലൈഫിലുള്ള ആൾക്കാരാണ്. അപ്പൊ ലൊക്കേഷൻ ഇരുന്നാലും ചില സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുന്ന, ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് അടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ശരിക്കും അടികൂടാൻ പോവുകയാണോ, അത്രേ ഉള്ളൂ, അവിടെ തീരും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നിന്നിട്ട് ഫുള്ളായിട്ട് സംസാരിക്കും. അപ്പൊ ആ ഒരു ബ്രദർഹുഡ് ഏജ് ഗ്യാപ്പ് അങ്ങനെ വലിയ വിഷയമായിട്ടില്ല തോന്നുന്നു നിങ്ങൾക്ക് 3 പേർക്കിടയിലൊന്നും. അത്യാവശ്യം പ്രായം എല്ലാവർക്കും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പുള്ളിയാണ് ചെറുത്, പക്ഷെ എങ്കിലും വലിയ വിഷയമില്ല തോന്നുന്നു അല്ലേ? എല്ലാവരും ഭയങ്കര അതിനൊരു ട്രാൻസിഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മാത്യുവിനെ ഞാൻ ആദ്യം കാണുമ്പോ അവൻ ഭയങ്കര ചെറുതാ. അപ്പൊ നമുക്ക് അന്ന് ആ സമയത്താണ് ഞാൻ സ്പോട്ട് എഡിറ്റ് ഒക്കെ ചെയ്യാണ്. അപ്പോ മറ്റേ ഒരു ടെക്നിക്കൽ ജാട ഉണ്ടായിരുന്നു എനിക്ക്. നമ്മൾക്കിവിടെ അറിയാം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മറ്റേ പയ്യൻ ആ ലെവലായിരുന്നു. അതായത് അവന്റെ കുമ്പളങ്ങിയൊക്കെ കണ്ടിട്ടുള്ള നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരൊക്കെ എപ്പോഴും നമ്മുടെ അടുത്ത് സീൻ കാണാനൊക്കെ വരും, പടത്തിൽ എഡിറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണാൻ. അപ്പോൾ അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാ. അന്ന് പ്രോപ്പർലി നമ്മുടെ അനിയൻ ലെവൽ അങ്ങനെ ആയിരുന്നു ഫ്രണ്ട്ഷിപ്പ് വന്നിരുന്നത്. പിന്നെ പിന്നെ മാറി 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 ഇപ്പൊ റൊമാൻസിലേക്ക് എത്തിയപ്പോ അല്ല അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു ചേട്ടനെ പോലെ തന്നെ. ശ്യാമായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ 3-4 പടങ്ങളായില്ലേ? 3 പടങ്ങള് ഇതിലാണ് പക്ഷെ കുറച്ചും കൂടെ സീനൊക്കെ ഒരുമിച്ച് ചെയ്യുന്നത്. 18+ അങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗും ഒന്നുമില്ല. ഇതിലാണ് ഒരു ചേട്ടൻ അനിയനാണ്, ബിൻഡോ ഷിൻഡോ. അടിപൊളി. അപ്പൊ ആ ചേട്ടൻ അനിയനായിട്ട് നിൽക്കുമ്പോ നിങ്ങള് മുമ്പേ നല്ല റാപ്പ് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാമിന് പത്രോസൊക്കെ അവരുടെ പരിപാടികൾ പോസ്റ്റും ഷൂട്ടൊക്കെ നടക്കുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് പരിചയമുണ്ട്. അറിയാം പരിചയം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് നമ്മൾ കുമ്പളങ്ങിയെ കാണുന്ന സമയത്താണ് സിനിമയിൽ കണ്ട ആൾക്കാരോട്. പിന്നെ ആദ്യം നമ്മൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു കൗതുകം. സീനിയർ ആരാണെങ്കിൽ നേരെ തിരിച്ചോണ്ടായിരുന്നു. കാരണം ഞാനും പൊന്മുട്ടയൊക്കെ കാണുമായിരുന്നു. ഞാൻ സിനിമയിൽ പൊന്മുട്ടൊക്കെ കാണുമായിരുന്നു. അപ്പൊ അതും നമുക്കും ഫാസിനേഷൻ ഉണ്ടാവും. ആ ഒരു കൗതുകം നമുക്ക് ആദ്യം ഉണ്ടാവും ഇന്ന സിനിമയിലെ ആളെന്ന്. പിന്നെ നമ്മൾ അത് ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ ഇതിനകത്ത് ഞാൻ പാട്ട് കണ്ടു, കൊടവാ സോങ്. എന്ത് ഡാൻസ് ആയിരുന്നു! നിങ്ങളുടെ ഡാൻസേഴ്സിനെ പുറത്തെടുക്കാൻ പറ്റിയ ഒരു അസുലഭ നിമിഷമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം? അത് ആക്ച്വലി ഞാനൊരു 1 month എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ പടത്തിന്റെ ഇടയിൽ തന്നെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര പാനിക്കിലാണ് വന്ന് ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ ചെറിയ ചെറിയ സീക്വൻസസ് ആണെന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ദിവസം തന്നെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത്രയും ദിവസം നമ്മൾ പ്രോപ്പർ റെസ്റ്റ് ആയിരുന്നു. അതായത് പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് എത്രയും റെസ്റ്റ് എടുക്കുന്നോ എത്രയും പെട്ടെന്ന് ഓക്കെ ആവാം എന്നുള്ള ഇതുള്ളതുകൊണ്ട് കിടപ്പായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒന്ന് എണീറ്റത് ഈ അവാർഡ് പരിപാടിയൊക്കെ ഇടയിൽ വന്നപ്പോൾ മാത്രമാണ്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും റെസ്റ്റ് എടുത്ത് വന്ന് ഇങ്ങനൊരു ഭയങ്കര ബോഡി ഇളകിയിട്ടൊരു സംഭവം ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര ആ സ്റ്റെപ്പിന്റെ ഒരു പേടി ഒരു സൈഡിൽ ഇത് ചെയ്യണമെന്നുള്ളത്. അതിനേക്കാൾ വലിയ പേടിയായിരുന്നു ഇതെന്ത് എഫക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുക. ഇനിയിപ്പോ വലിയ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഷൂട്ട് ബ്രേക്ക് ചെയ്യേണ്ട വരുന്ന അവസ്ഥ വരാം. അങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ടെൻഷൻ ആങ്സൈറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഫിസിക്കലി ഞാൻ വോമിറ്റൊക്കെ ചെയ്ത് കളയും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇവരൊക്കെ സ്റ്റെപ്പ് ഇടുന്നു. ഞാനപ്പോൾ എന്നോട് എല്ലാവരും പറയണത് ഭയങ്കര ബേസിക് ആയിട്ട് നോക്കിയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതായത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലത്തെ രീതിയിൽ ജസ്റ്റ് ഒക്കെ മൂവ്മെന്റിലൊക്കെയാണ് ചെയ്ത് നോക്കിയിരുന്നത്. ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്ന ഒരു ഐഡിയ ഉണ്ടായില്ല.
അപ്പോൾ ഓരോരുത്തരുടെയും സെഷൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. ആദ്യം മാത്യു ഒന്ന് ഡാൻസ് ചെയ്തു, അങ്ങനെ ചെയ്തു. മൂന്നാമത് വന്നത് എന്റെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുറച്ചൊരു സമയം തന്നെ പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോയി ഛർദിച്ച് ആരും അറിയാണ്ട് വന്ന് നിന്നിട്ട് ജസ്റ്റ് ഒരു ടേക്ക് എടുത്തു. അപ്പോൾ എല്ലാവരും ഓക്കെ, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കൈയൊക്കെ അടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നല്ല, സംഗീതം കളിക്കുമ്പോ മറ്റൊരു ഒരു എന്താ പറയാ, ഒരു എൻജോയ് ചെയ്ത് കളിക്കുന്നതിന്റെ ഒരു ഭയങ്കര ഭയങ്കര അതുണ്ടായിരുന്നു. എനിക്ക് പ്രേമലൂല് അതെ ഞാൻ ചോദിക്കാൻ വന്നു, ശ്യാമിന് പ്രേമലൂല് ഇതുപോലെ ഒരു പണി കിട്ടിയതായിരുന്നു അല്ലേ? അത് പിന്നെ ഒരു പിന്നെ നിങ്ങൾക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ശ്രീജിത്ത് മാസ്റ്റർ, ശ്രീജിത്ത് ഡാൻസ് സിറ്റി പുള്ളിക്കാരനായിരുന്നു. അപ്പൊ ഇതുപോലെ റിഹേഴ്സലിന്റെ ഫസ്റ്റ് ഡേ ഞാൻ ചെന്ന് പുള്ളിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു മണ്ണാങ്കട്ട അറിയാൻ മേല, എന്നെ കൊണ്ട് കളിപ്പിച്ചോണം. പക്ഷെ അത് ഭയങ്കര ഞാൻ ഭയങ്കര ഇതായിട്ട് കളിച്ചു എന്നല്ല, സിറ്റുവേഷന് മാച്ച് ആയ രീതിയിൽ കളിച്ചു. പക്ഷെ ആക്ച്വലി ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു, ഞങ്ങളുടെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു റിഹേഴ്സൽ നടന്നിരുന്നത്. അപ്പോൾ ഇവരെല്ലാരും ഫോക്കസ്ഡ് ഇവരുടെ മമിതയുടെ സ്റ്റെപ്പിൽ ഇങ്ങനെ മറ്റവരുടെ ബാക്ക് ഡാൻസേഴ്സിന്റെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമ വരെയാണ്. അപ്പോഴാണ് ഞാൻ നെസ്ലിലും അത്ര നേരം ഇങ്ങനെ ഇരുന്നിട്ട് ശ്യാമ അപ്പൊ ഇവരുടെ ചില സ്റ്റെപ്പുകളൊക്കെ തെറ്റുമ്പോ പുള്ളി അത് കറക്റ്റ് ചെയ്യാൻ നോക്കാണ്. അത് അപ്പൊ അത് രസമുണ്ടല്ലോ, തെറ്റണത് അടിപൊളിയാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആത്മവിശ്വാസം കൂട്ടി തോന്നുന്നു അല്ലേ? എന്തോ ആത്മവിശ്വാസം കുറച്ച് കൂട്ടിയിട്ടുണ്ട് തോന്നുന്നു ഡാൻസ് കളിക്കാനായിട്ട്. ഇതിലെ ഭാഗ്യത്തിന് ഞാൻ എസ്കേപ്പ് ആയി. ഡാൻസ് പാട്ടെന്നൊക്കെ ആദ്യം ഡാൻസ് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ഞാൻ ആ സീക്വൻസിനകത്ത് ഇല്ല. ശരി, അപ്പം ഈ ബ്രൊമാൻസിനകത്ത് എന്താണ് ശരിക്കും ഒരു കഥ വരുന്നത്? അതുപോലെ തന്നെ മൊത്തം ഒരു കളർഫുൾ സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചൊരു കോമഡി ഉണ്ട്, എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കളർഫുൾ ഫിലിമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിലും എന്തായിരിക്കും റൊമാൻസ് പറയുന്നത്? സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീനിലും വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട് പല സിനിമകളും. അത് കഥ എല്ലാം കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര കഥപ്പടം കണ്ട പോലെ ആയിരിക്കില്ല. ബട്ട് ഓരോ സീനും കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് വാച്ചിലൊക്കെ വരുമ്പോഴേക്കും ഓരോ സീനും ചിരിച്ച് എന്താണ് അടുത്ത സീനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഹുക്ക് ആയിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ ഈ അടുത്ത സിനിമ കണ്ടപ്പോഴും അത് തന്നെയായിരുന്നു. നല്ല അടിപൊളി ക്യാരക്ടർ നെയിം ആണ് തോന്നുന്നുണ്ടല്ലേ, ഹരിഹരസുധൻ. അടിപൊളിയായിട്ടുണ്ട്. ബാക്കി രണ്ടുപേരോ, മഹിമയുണ്ട്, അർജുനുണ്ട്, അവരും ഷാജോൻ ചേട്ടനുണ്ട്, പിന്നെ അംബരീഷ് ഉണ്ട്. അംബരീഷ് സ്ഥിരമായിട്ട് റീൽസിലൊക്കെ ഇപ്പൊ ഭയങ്കര സക്സസ് ആയിട്ട് നിൽക്കുന്ന മറ്റേ ഓപ്പിലൊക്കെ വെള്ളം അടിച്ചിട്ട് കളിക്കുന്ന അംബരീഷ് നല്ല ക്യാരക്ടർ. ഞങ്ങള് അത്രയും എല്ലാരും ഈ 5-6 പേര് ഉള്ളവര് അത്രയും സിംഗിളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്യാരക്ടറുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും നമ്മള് ബാക്ക് എൻഡിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എൻജോയിങ് ആണ്, ഭയങ്കര അലമ്പാണ്. എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്ന ഷാജോൺ ചേട്ടനാണ്. കാരണം കൊച്ചിലെ മുതൽ നമ്മൾ കാണുന്ന അസാധ്യ ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. സ്റ്റേജ് ഔട്ടാണെങ്കിലും പിന്നെ സിനിമയിലെ ദൃശ്യത്തിലൊക്കെ. അപ്പൊ എനിക്ക് പുള്ളിയുടെ കൂടെ കോമ്പിനേഷൻ എനിക്കൊന്ന് തുടക്കം തന്നെ കോമ്പിനേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത സീനൊക്കെ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി നമ്മളെക്കാട്ടി ചില്ലാണ്. നമ്മുടെ ഏജിൽ എന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടിയിലൊരു സീക്വൻസ് ഉണ്ട്, ഞാൻ മുമ്പിലായിരിക്കുന്ന ഷാജോൺ ചേട്ടൻ, ഞാൻ മുമ്പിലായിരിക്കുന്ന. ഇവര് പുറകിൽ നിന്ന് എന്തെങ്കിലും തമാശ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നൈസായിട്ട് ഷാജോൺ ചേട്ടൻ നോക്കും. പുള്ളിക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ, പുള്ളിക്ക് എന്ത് പുള്ളി എന്താടാന്ന് പറഞ്ഞ് പുള്ളി അപ്പൊ പുള്ളി ചോദിക്കും പുള്ളിക്ക് എന്താണെന്ന് അറിയണം. അത്രയും മിങ്കിളായിട്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ഷാജോൺ ചേട്ടൻ. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആക്ച്വലി ഒരു ദിവസം ഒരു സൺറൈസ് കാണാൻ വേണ്ടിട്ട് പരുന്തുംപാറ ഞങ്ങളൊരു 5-6 പേര് ഇറങ്ങി. ഒരു 5 മണി 5:30 ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി 2 വണ്ടിയില്ല, ഞങ്ങളെല്ലാരും കൂടി ഒരു വണ്ടി. എനിക്കൊക്കെ കുറച്ച് എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നാ മതിയായിരുന്നു, വയ്യ എന്നൊക്കെ. അപ്പൊ ഷാജോൻ ചേട്ടൻ പക്ഷെ അത് മാത്രമല്ല പോകുന്ന വഴി മുഴുവൻ മാപ്പ് ഇട്ടിട്ട് ഞാനൊരു പോവാന്ന് പറഞ്ഞ എല്ലാത്തിനെയും മൂപ്പിച്ച് കൊണ്ടുപോകാൻ റെഡി ചെയ്ത് ഞാൻ ഇട്ട മാപ്പ് തെറ്റി. ആള് മറ്റേ ഏതോ ഒരു കുണ്ടും കുഴി കൂടി പോയിക്കൊണ്ടിരിക്കുക. അതൊന്നും 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒന്നും അല്ല, ഒരു 10, 12, 14 കിലോമീറ്റർ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുക, ഷാജോൻ ചേട്ടൻ എന്ത് ഷാജോൻ ചേട്ടൻ അപ്പൊ ഞങ്ങൾ ഫോണിൽ വിളിക്കും. ഷാജോൻ ചേട്ടാ അപ്പൊ കോമഡി പറഞ്ഞ ഷാജോൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞു മോനെ ഇങ്ങോട്ടല്ലടാ പരുന്തുംപാറ, ഇതല്ല വഴി. അപ്പൊ ഞാൻ പറഞ്ഞു ഷാജോൻ ചേട്ടാ മാപ്പ് ഉണ്ട്, കറക്റ്റ് ധൈര്യമായിട്ട് പോരെ. പുള്ളി അപ്പൊ ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞപ്പോ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ ഇതല്ല വഴി. അപ്പൊ ഞങ്ങൾ ഷാജോൻ ചേട്ടാ ഇതായോ ബുദ്ധിമുട്ട്, ഭയങ്കര ഇതായിരുന്നു. ഷ്യാമി പറഞ്ഞ പോലെ ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലി വേണ്ടാന്ന് വെച്ച് സിനിമയിലേക്ക് എത്തുന്നു അല്ലേ? ആ ഒരു സംഭവമായിരുന്നു. ഇവിടെ എന്തായി തീരുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ ഫീൽ ചെയ്യണം? സത്യം പറഞ്ഞാൽ ആ ഒരു തീരുമാനം തന്നെയായിരുന്നു ശരിയെന്ന് വീണ്ടും ഉറപ്പിക്കുകയാണോ? ഉറപ്പായിട്ടും. പക്ഷെ അത് ഇപ്പോഴാണ് തോന്നുന്നത് കേട്ടോ. പ്രേമലു റിലീസായി, പ്രേമലു ഇട്ടതിന് ശേഷം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതിന് ഞാൻ മണ്ടത്തരാൻ തോന്നിയിട്ടില്ല. കാരണം ഞാനിപ്പോൾ റിസൈൻ ചെയ്തത് സിനിമയിലേക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് ആ ജോലി ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ആ ഒരു സ്പേസിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെ വിട്ടിട്ട് ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ വന്നിട്ട് പലതരം ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ചെറിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പ്രൊമോഷൻസിൽ ഞാനും വന്നിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഇവൻച്വലി പറഞ്ഞ പോലെ യൂട്യൂബ് പരിപാടികളൊക്കെ ചെയ്തു.
ചെറിയ ചെറിയ വേഷങ്ങൾ സിനിമയിൽ ചെയ്തിട്ടാണ് പ്രേമിൽ വന്നിട്ട് നമുക്കൊരു സക്സസ് കിട്ടിയത്. അപ്പം ഇപ്പോൾ ഉറപ്പായിട്ടും ഭയങ്കര ഹാപ്പിനെസ് തന്നെയാണ് ആ ഡിസിഷൻ. എനിക്ക് ഈ ബോംബെയിൽ വർക്ക് ചെയ്ത് 5 വർഷം വെറുതെ ആയി പോയി എന്നൊക്കെ തോന്നുമായിരുന്നു ഇടയ്ക്ക്. 5 വർഷം എന്തിനാണ് വെറുതെ. പക്ഷെ ആ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പ്രേമലുവിൽ ആദ്യം ചെയ്യാൻ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഭയങ്കരമായിട്ട് അതേപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ മാനറസും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ആദ്യ കാരണം കൊണ്ടാണ് എനിക്ക് തോന്നുന്നു രാജമൗലി വരെ അഭിനന്ദിച്ച ഒരു അവസരം വന്നത്. ക്ലൗഡ് 9 ആയിരുന്നു അല്ലേ? പിന്നെ സത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അതിലുള്ളപ്പം എനിക്ക് മാത്രമല്ല, അതിപ്പം രാജമൗലി സാറിനെ പോലെ ഒരാള് നമ്മളെല്ലാവരും ആ പുള്ളി ആ പടം കണ്ടു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പുള്ളി പടം കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പൊ നമ്മളൊക്കെ പുള്ളി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഫീലാണ്. പുള്ളി സ്റ്റേജിൽ വന്ന് ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് അപ്രീഷിയേറ്റും കൂടെ ചെയ്യുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അതെ, ആദ്യം ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്, പക്ഷെ എങ്കിലും നമുക്കൊരു പാവം തോന്നും ചില സമയത്ത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? അങ്ങനത്തെ ഒരു പാവം മനുഷ്യനാണെന്ന് തോന്നുന്നു ചില സമയത്ത്. പക്ഷെ ഈ ആദ്യനൊക്കെ ഇപ്പൊ കുട്ടികളും ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണ്. ആദ്യം എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുന്നതായിരുന്നു ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ വലുതായിട്ടൊന്നും ആലോചിച്ചില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാരക്ടറിന്റെ ഒരു വലിപ്പം അറിയില്ലായിരുന്നു. ചെറിയ 1-2 സീൻസാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഗിരീഷ്. സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് അത്രയും വലിയൊരു പരിപാടിയാണ്. അപ്പൊ എന്നോട് ഡിനോയ് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു, മറ്റേ രവി പത്മനാഭൻ ടൈപ്പ് പരിപാടിയാണ്, ഡിനോയ് സ്ക്രിപ്റ്റ് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് തുടങ്ങിയ സമയത്ത് അത്രയും ആലോചിച്ചില്ല. ഗിരീഷിന്റെ ഒരു സപ്പോർട്ട്, ഇവരുടെയൊക്കെ കോ ആക്ടേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ശരിക്കും പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് റിവ്യൂസ് വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു. ചിലപ്പോൾ റാഫി സാറൊക്കെ ഈ ഡീൽ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ റാഫി സാറൊക്കെ പറഞ്ഞായിരുന്നു, അത് എടാ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാളിപ്പോയി എന്നെ നിന്ന ആൾക്കാർ ശരിയായെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു ലൈനിൽ നിന്നത് കാരണം രക്ഷപ്പെട്ടു പോയി. ഈ ജസ്റ്റ് കിഡിങ് അനുഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു ആൾക്കാര് വന്ന് ഒരുപാട് വരും, പ്രത്യേകിച്ച് കുട്ടികൾ മാത്രമല്ല. അതെ, നേരത്തെ നമ്മളവിടെ കഴിച്ചോണ്ട് വന്നപ്പോഴും പുള്ളി വന്നിട്ട് ഒരു പുള്ളി അതാണ് കാരണം. പേര് ഇപ്പോഴും പലർക്കും ശ്യാം എന്നുള്ള പേര് എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യക്കാട്ടി കൂടുതൽ JK എന്നാണ് വിളിക്കുന്ന ആൾക്കാർ. JK തന്നെയാണ് വിളിക്കുന്നത്. JK എന്ന് വിളിക്കും, ഇത് കാണിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് കണ്ടിട്ട് ഇങ്ങനെ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്, ശബ്ദം കേൾക്കില്ലല്ലോ. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഈ സാധനം രജിസ്റ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്യുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മാത്യുവിന്റെ കുമ്പളങ്ങി തൊട്ടിട്ട് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണ്ണീർമത്താനിലൊക്കെ എന്താ പറയാ, ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ കിടന്ന് കഷ്ടപ്പെട്ട് 1-2 നമ്മൾ ചോദ്യമൊക്കെ ചോദിച്ചു വരും. അവസാനം മാത്യു അതെ അതുകൊണ്ട് നിർത്തും. നമ്മളങ്ങ് തേഞ്ഞു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇങ്ങനെ മാറി മാറി വന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു ട്രോള് വാരി എറിയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മൾ കപ്പിന്റെ ഇന്റർവ്യൂ സിംഗിൾ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പാവമായിരുന്നു, മിണ്ടുന്നേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ ഇന്റർവ്യൂവിനകത്ത് മാത്യു പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരുടെയും വളർച്ചയിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ സംഗീതേട്ടന്റെ വളർച്ച കാണുമ്പോൾ എനിക്ക് ഭയങ്കര 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 സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. സംഗീതയോട് ഞാൻ ചോദിക്കുകയാണ്, മാത്യു ഇന്ന് എത്തി നിൽക്കുന്ന ഇവിടെ നല്ല പാൻ ഇന്ത്യൻ സ്റ്റാറാ അല്ലേ? എന്ത് തോന്നുന്നു? ഭയങ്കര പ്രൗഡാണ് ഞാൻ. എനിക്ക് ഞാൻ ക്രിസ്റ്റി ഇറങ്ങിയ സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ക്രിസ്റ്റി മാത്രം വെച്ചിട്ടല്ല ഇട്ടത്. ആക്ച്വലി അവന്റെ ട്രാവല് ഒരു സമയം വരെ എനിക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയായിരുന്നു. ഓരോ സിനിമകളിലും അവൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടികളും അതിന്റെ സന്തോഷങ്ങളും ഇൻസെക്യൂരിറ്റീസും എല്ലാ മൊമെന്റ്സും ഞാൻ ഭയങ്കര അടുത്ത് നിന്ന് അവൻ വിളിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഓരോ സിനിമകളിലും ചില സീനൊക്കെ ചെയ്തിട്ട് അവൻ വന്നിരുന്ന് പറയും, ഇങ്ങനൊരു പരിപാടി ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് അതിനകത്ത് എന്ന് പറയും. അപ്പം അത് റിയലി കാണുമ്പോൾ കിട്ടിയൊരു സന്തോഷത്തിൽ നിന്നാണ് ഞാനന്ന് ക്രിസ്റ്റി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിൽ നിന്ന് ഓരോ സ്റ്റെപ്പിലും വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കറക്റ്റ് സ്ഥലത്ത് എത്തുക, അവരാഗ്രഹിക്കുന്നിടത്തേക്ക് എത്തുക എന്ന് പറയുന്ന അടുത്തടുത്ത പരിപാടികൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു സംഗീതി പറഞ്ഞ പോലെ സ്വയം സംവിധാനം ചെയ്ത് അഭിനയിച്ച് പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അഭിനയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു നിന്ന ഒരാളല്ലേ. സംവിധാനം ചെറിയൊരു പ്രോഗ്രാം സംവിധാനം ചെയ്തിട്ടുണ്ട്, ചെറിയ ഷോർട്ട് ഫിലിമോ എന്തോ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പണ്ട്. വല്ലാതെ ഓർക്കുന്നു അല്ലേ? അയ്യോ, ആ ഷോർട്ട് ഫിലിം ഒരെണ്ണം ചെയ്തതോടുകൂടി എനിക്ക് മനസ്സിലായി. അതിൽ ഞാൻ അഭിനയത്തിലോട്ട് എനിക്ക് പണ്ട് തുടങ്ങിയ അഭിനയോട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ മിമിക്രിയും മോണോക്ട് ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും അത് കഴിഞ്ഞതൊന്ന് സ്റ്റോപ്പ്. പിന്നെ എപ്പോഴാണെന്ന് അത് സ്കൂളിംഗ് ടൈമിലായിരുന്നു. ഒരു +1 +2 കൂടി അത് കംപ്ലീറ്റ്ലി നിർത്തി കോളേജൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് ഫിലിം മേക്കിംഗ് ആയി ഭയങ്കര ആഗ്രഹം. അങ്ങനെ കോളേജിന്റെ എൻഡിലൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത സമയത്ത് ഒരു ക്യാരക്ടർ ചെയ്യാൻ ആളില്ലാണ്ട് ഞാൻ തന്നെ കയറി ചെയ്തു. ആദ്യമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, കൊള്ളാം പരിപാടി അങ്ങനെയായിരുന്നു. പക്ഷെ 1 കൊല്ലം 2 കൊല്ലം എന്തോ കഴിഞ്ഞ് ഞാനിത് തിരിച്ചു പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്
മേലെ ഈ പരിപാടി ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെ ഞാനിത് വേണ്ട എന്ന് വെച്ച് തന്നെ ഇരുന്നായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വിനീതേട്ടനാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. വിനീതേട്ടന് മുമ്പ് ഈ പറഞ്ഞ പോലെ ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞ DOP ഹേലൻഡിൽ ഇങ്ങനെ ചെറിയൊരു പരിപാടി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്തായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓരോ തവണയും ഉറപ്പിച്ചുകൊണ്ടിരിക്കും ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല, എൻ്റെ ഉദ്ദേശം എഡിറ്റും ഡയറക്ഷനൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം, അതിലേക്ക് പോവുക, ഇത് വേണ്ട എന്നുള്ള ഉറപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൃദയത്തിലേക്ക് വന്നത്. അപ്പോൾ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ അധികം ചിന്തിക്കാണ്ട്, അവിടെ നിന്ന് നമുക്കധികം ഓപ്ഷനൊന്നും ഇല്ലല്ലോ ചിന്തിക്കാൻ, ഞാൻ പെട്ടെന്ന് ഓക്കെ ചെയ്യാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഡൗട്ട്ഫുള്ളായിരുന്നു. പിന്നെ പയ്യെ ഓരോരോ സിനിമകളിൽ ചെയ്താണ്. പ്രത്യേകിച്ച് പ്രേമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെൻ്റലി ഇതെൻ്റെ കരിയറായിട്ട് ചൂസ് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് പോലും. അതിന് മുമ്പും ഒരു 3-4 സിനിമകളിൽ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. ഈ അമൽ ഡേവിസ് ഭയങ്കര കോൺഫിഡൻസ് വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ? കോൺഫിഡൻസ് അല്ല, ആഗ്രഹം ഭയങ്കരമായിട്ട്, പിന്നെ ആളുകൾക്കുള്ള ഇഷ്ടമൊക്കെ ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. അപ്പൊ അതിനി പോകരുതെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓൾസോ കൂടണം എന്നും ആഗ്രഹമുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇപ്പോ ഓക്കെ. നിങ്ങൾക്ക് 3 പേർക്ക് എനിക്ക് തോന്നുന്നു ട്രോൾസിലും മീംസിലും ഒക്കെ കയറാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? 3 പേർക്ക് 3 രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്യുവിന്റെ പറഞ്ഞ പോലെ 2-3 മീംസ് കണ്ടിട്ടുണ്ടായിരുന്നു. സംഗീതത്തിന് ആ ഗോട്ടിറങ്ങിയ സമയത്ത് വളരെ നിലത്ത് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. ശ്യാമിന് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? എനിക്ക് ഓരോരോ ഗ്യാപ്പിൽ ഓരോന്ന് കിട്ടാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതിൽ തന്നെ ഏറ്റവും കൈവിട്ട് പോയൊരു സാധനം ഈ പറഞ്ഞ ഗോട്ടായിരുന്നു. ഗോട്ടൊക്കെ ഹൃദയത്തിലെ കുറച്ച്. പിന്നെ ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞ് ചെന്നൈ പാസം വന്നു തുടങ്ങിയ പിന്നെ മറ്റേ രീതിയിൽ കിട്ടുന്നുണ്ട് നല്ലോണം. ഈ അടുത്തൊക്കെ ഞാൻ ഏതാണ് ചാനൽ എന്ന് മറന്നുപോയി, അതിനകത്ത് മറ്റേ അമൽ ഡേവിസ് അത്ര നല്ലവനല്ല, അത്ര രസികനല്ലാത്തിരുന്നൊരു കാലത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. സന്തോഷല്ലേ? പിന്നെ അത് ഞാനൊക്കെ ഈ അപ്പൂപ്പനാൻ ബോയ്സ് പോലത്തെ പരിപാടികളും റോസ്റ്റിങ്ങും ഒക്കെ കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് അങ്ങനത്തെ കുറച്ച് ട്രോളാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖല. അപ്പൊ അത് നമുക്ക് കിട്ടണാണുമ്പോ ഒരു വിഷമവും ഇല്ല, ഭയങ്കര ഹാപ്പിയാണ്, അടിപൊളിയാണ്. നമുക്ക് ശരിക്കും പ്രേമിൽ എന്നുള്ള ഒറ്റ പടം കൊണ്ടാരും മാത്യു ഇപ്പൊ കുറെ നാളായിട്ടല്ല അവൻ ചെയ്ത പടങ്ങൾ കണ്ട് അവനെ സെലക്ട് ചെയ്തതാണ്. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി പ്രേമിൽ എന്നുള്ള ഒറ്റ പടം കൊണ്ട് ഇത്രയും വൈഡ് അപ്രിസിയേഷൻ കിട്ടാനും വേറെ ഭാഷകളിൽ നിന്ന് ഇപ്പം തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മൾ അന്വേഷിച്ച് വരുന്നത്. നമ്മള് തെലുങ്കില് പടം കാണാൻ പോകുമ്പോ ഞങ്ങള് അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഹൈദരാബാദ് പോയിട്ടുണ്ടായിരുന്നു ഒരു തിയേറ്ററിൽ. അപ്പോൾ അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ പടം അവരെങ്ങനെ എൻജോയ് ചെയ്യോ അത്രേ എനർജിയിലായിരുന്നു അവിടെ നിന്ന്. ഒച്ചപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ലിറ്ററലി ലൈക്ക് ഞങ്ങൾ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ അവർ കസേരയുടെ മുകളിൽ കയറി നമ്മളെ തൊടാൻ നോക്കുകയാണ്. അപ്പോൾ അത് ലാംഗ്വേജും തെലുങ്കിൽ തന്നെയാണ് അവിടെ ഇറങ്ങിയത്. അപ്പോൾ ലൈക്ക് നമ്മളവിടത്തെ ആർട്ടിസ്റ്റുകൾ പോലെ ആണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത് ആ സമയത്തൊക്കെ ചെല്ലുമ്പോൾ. അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അപ്രീസിയേഷൻസും നമ്മൾ ഇഷ്ടമുള്ള അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ അവിടുത്തെ ആൾക്കാരെ കൂടുതലും. അതിപ്പോ ഞാൻ ഒരു സംഭവം റീസെന്റ് ഇപ്പൊ വീട്ടില് ബാൽക്കണിയിൽ പ്രാവിന്റെ ഭയങ്കര ശല്യമുണ്ട്. അപ്പൊ നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് മാത്രം ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതുവഴി പ്രാവ് കയറിയിട്ട് ഭയങ്കര ശല്യമായിരുന്നു. അപ്പൊ ഞാൻ ഈ ഗൂഗിളിൽ കണ്ട ഒരു നമ്പർ എടുത്ത് വിളിച്ചു, എന്തോ ഒരു ഏജൻസീസ് ആണ്. അപ്പം പുള്ളി ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞിങ്ങനെ ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പ്രാവ് പഠിക്കണം. ഓക്കെ സാർ ടീക്ക് ആ ജായെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വിളിച്ചു, പ്രേമലുമേ എന്ന് പറഞ്ഞിട്ട് ടീക്ക് സാർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കോ ഫൗണ്ടർ എന്ന് വെച്ചാൽ 2 പേരാണ് നടത്തുന്നത്. അതും വർക്ക് ചെയ്യുന്ന ആളും കൂടെ കൂട്ടി വന്നിട്ട് പുള്ളി അവര് നെറ്റൊക്കെ അടിച്ചിട്ട് പൈസ വാങ്ങിയില്ല എൻ്റെ അടുത്ത് നിന്ന്. എന്നിട്ട് പറഞ്ഞു പൈസ വേണ്ട, ഞങ്ങൾ ആക്ച്വലി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവർ ഹൈദരാബാദുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അപ്പൊ അതാണ് ആ പടത്തിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഭയങ്കര ഇമ്പാക്ട് ആണ്. ഫിലിമിന്റെ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്തായിരുന്നു ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതൊന്ന് റിക്കവർ ചെയ്ത് വരാൻ കുറെ സമയം എടുത്തു. അപ്പൊ ആ ഒരു ടൈം പീരീഡ് അതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? നിങ്ങൾ 2 പേരും എനിക്കായിരുന്നു ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബട്ട് ഭയങ്കര ഓക്കെ ആയിരുന്നു, കാരണം കുറെ ആലോചിക്കാനൊക്കെ പറ്റി, കുറെ സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറ്റി. ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൊക്കെ ഭയങ്കര ഫിലോസഫി ആയിരുന്നു. ഗോപികയും കൂടെ പറയും അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓരോന്നിങ്ങനെ ആലോചിക്കുക. കാരണം നമ്മളെല്ലാരെയും തൊട്ടടുത്ത് നിന്ന് കാണുന്നത് അപ്പോഴാണല്ലോ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങള് ഓരോരോ പരിപാടികളിൽ, ഞാൻ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഓട്ടത്തിലായിരുന്നു. അപ്പോൾ വൈഫിനൊക്കെ അവളുണ്ടായിരുന്നു ഫുൾ കൂടെ. വീട്ടിൽ അച്ഛൻ അമ്മ അവര്
ത്രൂ ഔട്ട് നമ്മളെ നോക്കി ഫ്രണ്ട്സ് ഒക്കെ എല്ലാ ദിവസവും ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവുന്നു. അപ്പോഴാണ് ഈ ആക്സിഡന്റ് ലൈക്ക് ഒരു മറ്റേ ഇതൊരു കൊള്ളാം വേക്കപ്പ് പരിപാടിയാണ്, മൊത്തത്തിൽ നമ്മളൊന്ന് എണീപ്പിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് അതിന് ശേഷം ആ ടൈമിൽ തന്നെയാണ് ഒരു അവാർഡും ഭാഗ്യം കൊണ്ടുവന്ന അപകടമായിരുന്നല്ലേ, ആക്സിഡന്റ് ആയിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഗോട്ടിന്റെ ട്രോളും വരുന്നത്, എല്ലാം അടുത്തടുത്ത്. അതായത് സ്ക്രീനിൽ നിന്ന് മാറി നിന്നാലും ഇവിടെ ഉണ്ടായിരുന്നു, സജീവമായിരുന്നു. ചോദിച്ചു നീ എന്ത് PR ചെയ്യണത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങി വരുമ്പം അടിപൊളി മൂവി കണ്ടു എന്നുള്ള ഒരു സന്തോഷത്തോടെ ഇറങ്ങി വരാൻ, റൊമാൻസ് കഴിഞ്ഞ് ഇറങ്ങി വരാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ പ്രേമലു ഏറ്റെടുത്ത പോലെ ഇതും എല്ലാ ഭാഷയും കിടന്ന് ആൾക്കാരെ ഏറ്റെടുക്കട്ടെ. ഇനി കോളുകൾ വരുന്നത് അങ്ങ് ബോംബെ എന്നൊക്കെ ആവട്ടെ, ഹൈദരാബാദ് വരെയല്ലേ, ഇനിയിപ്പോ അവിടെ നിന്ന് കൂടി കോളുകൾ വരട്ടെ. അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.